ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഫുൾ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ വരും. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഒരു ഒക്കേഷനിൽ പോകുന്നു, അത് എന്തെങ്കിലുമൊക്കെ പാർട്ടി ആകാം, ഇവൻറ്റ്സ് ആകാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഒന്ന് റെഡി ആകണം. അപ്പോൾ ജസ്റ്റ് മേക്കപ്പ് ഇടുക, ഔട്ട്ഫിറ്റ്, അത് മാത്രമല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമ്മുടെ സ്കിന്ന്, ഹെയർ, അല്ലേ, മേക്കപ്പ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. അപ്പം ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്പെഷ്യൽ ഒക്കേഷനിൽ പോകുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് എന്താ കാര്യങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഞാൻ റെഡി ആവുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് എൻ്റെ അടുത്ത് നേരത്തെയും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീൽ നമ്മൾ സ്കിൻ കെയർ, നമുക്ക് ആ ഒരു ദിവസം നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റായിട്ടിരിക്കാനും, ഇപ്പോൾ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ബ്രൈറ്റാക്കി വയ്ക്കാനും, അതുപോലെ നമ്മുടെ ഹെയർ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കണമെന്നല്ലേ, നല്ല സിൽക്കി ആയിട്ട് കിടക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എങ്ങനെയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഹെയർ നമുക്ക് എങ്ങനെ ശരിയാക്കാം, അതുപോലെ മേക്കപ്പ്, പിന്നെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം ഇതിൽ തന്നെ ബോഡിയും വരും കേട്ടോ. നമ്മുടെ കൈകൾ, കാലുകൾ എല്ലാം നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ വരുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇത് കുറച്ചൊരു ലോങ് വീഡിയോ ആയിരിക്കും, എന്നാലും ഞാൻ മാക്സിമം ഇതിനെ ഒരുപാട് ലെങ്തി ആക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലേക്ക് പോകാം. സ്കിൻ കെയറിൽ മെയിനായിട്ട് നമ്മുടെ ഫേസ്, നെക്ക്, കൈകൾ, കാലുകൾ എല്ലാം വരും. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കിൻ കെയറിൽ മെയിനായിട്ട് ചെയ്യുന്നത് സ്കിന്നിലുണ്ടാകുന്ന ടാൻ മാറ്റിയെടുത്തിട്ട് സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്തെടുക്കും. അതാണല്ലോ നമുക്ക് ആവശ്യം. നിങ്ങളൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴും ഒക്കെ നമുക്ക് മെയിൻ ആവശ്യം അതാണല്ലോ, ടാൻ മാറ്റിയെടുക്കുക. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്കിത് ഈ ഒരു ഒറ്റ പാക്ക് മതി. ഇത് നമുക്ക് ഫേസിലും നെക്കിലും കൈകളിലും കാലുകളിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫംഗ്ഷന് മുമ്പ് മാത്രമല്ല, നിങ്ങളിപ്പോൾ എന്തെങ്കിലും പുറത്ത് നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് വരുവാണെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൺ ടാനൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നോർമൽ നമ്മുടെ ആ ഒരു സ്കിൻ കളറിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ആ ഒരു ടാനായിട്ട് കരുവാളിച്ചിരിക്കുന്ന സ്കിന്നിനെ മാറ്റിയെടുത്ത് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ്. ഈ ഒരു പാക്ക് പുതിയ പാക്കൊന്നും അല്ല, ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത പാക്കൊന്നും അല്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറുള്ള ഒരു പാക്കാണ്. ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെ ഒരു ഫേവറേറ്റ് ഫേസ് പാക്കാണ്, നാച്ചുറൽ ഫേസ് പാക്കാണിത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കാരണം ഈ സാധനം അത്ര അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് കടലപ്പൊടിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ മാറ്റിയെടുക്കും, സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റും, സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കും. ഈ പാക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് കടലപ്പൊടിയാണ്. രണ്ടാമത് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ വൈൽഡ് ടെർമറിക്. അതിൽ നമ്മുടെ കയ്യിൽ സാധാരണയുള്ള മഞ്ഞ കളറിലുള്ള കസ്തൂരി മഞ്ഞൾ എടുക്കാം, അല്ലെങ്കിൽ വൈൽഡ് ടെർമറിക് ഒരു ക്രീം കളറിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യെല്ലോ സ്റ്റെയിൻ വരുന്ന പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ക്രീം കളറിലുള്ള വൈൽഡ് ടെർമറിക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ. ഇതിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളിത് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച്, നമ്മൾ ഫേസിലും നെക്കിലും മാത്രം ഇടാനാണെങ്കിൽ അതനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി എടുക്കുക. ഞാനിതിപ്പോൾ ഫേസ്, നെക്ക്, കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അത് ഒരു ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. ബേസിൻ ഞാൻ എടുത്തത് നിങ്ങൾ കണ്ടല്ലോ, ഒരു ചെറിയ ബൗൾ നിറച്ചിട്ട് ഞാൻ ബേസിൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ വൈൽഡ് ടെർമറിക് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിനോ അല്ലെങ്കിൽ തേനോ ഏതെങ്കിലും എടുക്കാം. ഈ ഒരു സാധനം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബേസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എണ്ണമയമൊക്കെ കുറച്ചത് വലിച്ചെടുക്കും. അപ്പോൾ ആ ഒരു സ്കിന്നിൽ ആ ഒരു എണ്ണമയം നഷ്ടപ്പെടാതെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹണിയോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്, ഒരു ചെറിയ സ്പൂൺ ഗ്ലിസറിൻ അല്ലെങ്കിൽ തേൻ എടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആഡ്
ആഡ് ചെയ്യുന്നത് തൈരാണ്. തൈരോ അല്ലെങ്കിൽ മിൽക്കോ നിങ്ങൾക്ക് എടുക്കാം. ഈ തൈര് ഓയിലി സ്കിന്നുള്ളവരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കട്ട തൈര് അതുപോലെ എടുത്തിട്ട് യൂസ് ചെയ്യരുത്. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിനെ ഒന്ന് നേർപ്പിക്കുക. നമ്മൾ ഈ മോരുണ്ടാക്കത്തില്ലേ, മോര് എന്ന സാധനം, അപ്പം മോരാക്കി എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്കിന്നിൽ പിമ്പിൾസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കട്ട തൈര് അതുപോലെ ആ ഒരു ഫുൾ ഫാറ്റോട് കൂടി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് എണ്ണമയം കൂടുതലായിരിക്കും, അതായത് നെയ്യിൻ്റെ കണ്ടൻറ്റൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ചിലപ്പോൾ പിമ്പിൾസൊക്കെ വരും. അപ്പോൾ അതിന് പകരം നിങ്ങൾ കുറച്ച് വെള്ളം കൂട്ടി ചേർത്തിട്ട് അതിനെ ഒന്ന് നേർപ്പിച്ചെടുക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നം വരത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യുക, പച്ചപ്പാൽ യൂസ് ചെയ്യാം. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും എടുക്കുക, തൈരോ മോരോ മിൽക്കോ റോസ് വാട്ടറോ ഇതിലേതെങ്കിലും എടുക്കുക. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസിലും നെക്കിലും കൈകളിലും ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അമേസിങ് ആയിട്ടുള്ള ഒരു പാക്കാണ്. മെയിനായിട്ട് ടാൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്തെടുക്കാനും ഒക്കെ അടിപൊളിയായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ 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 പാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസൊക്കെ നല്ലപോലെ കഴുകി, എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൈകളിലും ഒക്കെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ് ഇത്. നിങ്ങൾ ഇപ്പം ഡെയിലി സ്കിൻ കെയർ റുട്ടീനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീക്ക്ലി ഒരു 3 to 4 ടൈംസ് യൂസ് ചെയ്താൽ മതി. ഇനി ഇത് ഒരു 20 മിനിറ്റ് വെച്ചിരിക്കുക. 20 മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് വലിഞ്ഞു തുടങ്ങുന്ന ആ ഒരു സമയത്ത് സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സ്കിൻ വലിഞ്ഞിട്ട് റിങ്കിൾസ് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് കാരണം സംസാരിക്കില്ല. പിന്നെ ഒരുപാട് ഈ ഒരു ഫേസ് പാക്ക് അങ്ങോട്ട് ഉണങ്ങി പിടിച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതും പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ വാഷ് ചെയ്യാം. മൊത്തത്തിലുള്ള 20 മിനിറ്റ് മതി. 20 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. ഫുള്ള് നനഞ്ഞു കേട്ടോ, ഡ്രസ്സൊക്കെ ഫുള്ള് നനഞ്ഞു. കൈയൊക്കെ കണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഫേസ് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയ ഉഗ്രൻ സാധനമാണ്. അതുപോലെ ഒരു ഡെയിലി നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഒരുപാട് പേര് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും അറിയാവുന്ന പാക്കുമാണ്. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റുമായി, അതുപോലെ നല്ല ബ്രൈറ്റുമായി കണ്ടോ. അപ്പം ടാൻ അടിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ സംഗതി ഉണ്ട്, അതൊക്കെ മാറ്റിയെടുത്ത് സ്കിന്നിനെ നല്ല കുട്ടപ്പനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫേസൊക്കെ കണ്ടോ, ആ ഒരു ടാനൊക്കെ മാറി ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഹെയറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഹെയറിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്താണ്, മുടിയുടെ ഡ്രൈനെസ് മാറണം, മുടി നല്ല സോഫ്റ്റ് സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കണം. ഇതല്ലേ എല്ലാവരുടെയും ആവശ്യം. എന്നാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയാനും പറ്റില്ല അല്ലേ. അപ്പോൾ ഇതല്ലേ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ നല്ലപോലെ വാഷ് ചെയ്യും. ഇപ്പോൾ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകണം. നമുക്ക് എണ്ണമയമായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ മുടി ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാനോ അല്ലെങ്കിൽ അഴിച്ചിടാനാണെങ്കിലോ ഒന്നും ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ലൊരു ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ നല്ലപോലെ അങ്ങോട്ട് വാഷ് ചെയ്യാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ബി ബ്ലെൻഡിൻ്റെ ഈ ഒരു ഷാമ്പു ആണ്. അപ്പോൾ ആദ്യം ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഹെയർ നല്ലപോലെ വാഷ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷാമ്പു ആണ്, നല്ലൊരു ഷാമ്പു ആണ് ബി ബ്ലെൻഡിൻ്റെ ഇൻറ്റൻസ് ഷൈൻ ഷാമ്പു. ഇതിനകത്ത് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ആഡ് ഷൈൻ എന്ന് പറയുന്നുണ്ട്, വിത്ത് റൈസ് ആൻഡ് സിൽക്ക് പ്രോട്ടീൻ. ഈ ഒരു ഷാമ്പു ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, പേഴ്സണലി യൂസ് ചെയ്യുന്ന സാധനമാണ്. നല്ലതായതുകൊണ്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു എന്ന് മാത്രം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലതെന്ന് തോന്നുന്ന ഒരു ഷാമ്പു ആണ്, നിങ്ങൾക്കത് ഇഷ്ടമാണ്, നിങ്ങളുടെ ഹെയറിന് വേറെ പ്രശ്നങ്ങളില്ല, നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് തരുന്ന ഒരു ഷാമ്പു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഈ ഷാമ്പു ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യും. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞാണ് അടുത്ത സ്റ്റെപ്പ്, അത് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഹെയർ കഴുകിയിട്ട് വരാം. ഹലോ, അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ്
നിങ്ങൾ കുളിക്കുന്ന ടൈമിൽ തന്നെ ചെയ്താൽ മതി. ഞാനിതിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് എന്താ പറയുക ഹെയർ ജസ്റ്റ് ഇങ്ങനെ കെട്ടിവെച്ച് അത് ഒന്നുകൂടെ കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കുളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്തു പോകാം. നിങ്ങൾ അത് എല്ലാം ഫുൾ കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വന്നതേ ഉള്ളൂ. സാധാരണ ഇത് ഞാൻ കുളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മുടി ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം നമ്മൾ കളഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് സെയിം ബി ബ്ലൻഡിൻ്റെ തന്നെ ഇൻറ്റൻസ് ഷൈൻ ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം നനഞ്ഞ ഹെയറിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 minutes വെച്ചിരിക്കുക. അതിനുശേഷം ഇത് വാഷ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് ഞാൻ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഫങ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര മടിയുള്ള സമയങ്ങളിലോ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് പ്രത്യേകം പറയുവാണ്, നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, ഒൺലി ഹെയർ. ഇത് ഹെയറിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന ഒരു ആളാണിത്. ഓക്കെ, അല്ലാതെ നമുക്കിപ്പോൾ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യത്തിനായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ സാധനം ഉപയോഗിക്കരുത്. ഇത് ഒൺലി നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഇത് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഷൈനിങ്ങോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഹെയർ മാസ്ക് ആയിട്ട് തോന്നി. ഞാനിത് വേണ്ട ഇത്രയും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നനഞ്ഞ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മുടിയെ സോഫ്റ്റ് ആക്കും, സ്മൂത്ത് ആക്കും, നല്ലൊരു ഷൈനിങ്ങും തരുന്നുണ്ട്. ഇത് സലോൺ ലൈക്ക് ട്രീറ്റ്മെൻറ്റ് എന്നാണ് അവരിനകത്ത് എഴുതിയിട്ടുള്ളത്. അതായത് നമ്മൾ സലോണിലൊക്കെ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് ഇതിന് കിട്ടും എന്നാണ് പറയുന്നത്. അത്രയും അങ്ങോട്ടോ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം ഈ ഒരു ഹെയർ മാസ്കിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് യൂസ് ചെയ്തിട്ട് നല്ലതെന്ന് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണം, ഇതുപോലെ പെട്ടെന്ന് ഒക്കെ നിങ്ങൾക്ക് പോകണം, വേറെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സമയം ഇല്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ അതേ എൻ്റെ മുടിയൊക്കെ നല്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലെ വെള്ളമില്ല, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഹെയറിലേക്ക് വേണം നമ്മൾ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യരുത്, മുടിയിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇതേ കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനൊക്കെ തരും, നല്ല സോഫ്റ്റായിട്ട് കിടക്കും ഹെയർ. മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കട്ടെ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്യുന്ന ഒരു സംഭവം ഇതാണ്. അപ്പം ഇതെനിക്ക് നന്നായിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിത് ഡെയിലി എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേണ്ട കേട്ടോ, അത് മുടിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ അതുപോലെ ഇപ്പം ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വീക്ക്ലി ഒരു തവണ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണിത്. ഇവ നിങ്ങൾക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവും, നമുക്ക് ഈ നമ്മൾ ഷാമ്പൂ ചെയ്തിട്ട് കണ്ടീഷണർ ചെയ്താൽ പോരെയെന്ന്. അപ്പം കണ്ടീഷണറേക്കായും കുറച്ചുകൂടെ റിസൾട്ട് തരുന്ന സാധനമാണ്. ഇപ്പോൾ കണ്ടീഷണർ നമ്മൾ അല്ലെങ്കിലും ഷാമ്പൂ ചെയ്താൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. ഇത് കണ്ടീഷണറിനേക്കാളും കുറച്ചുകൂടെ നമ്മുടെ ഹെയറിനെ ഒന്നുകൂടെ ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ലൊരു സ്മൂത്ത് ഷൈനിങ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കൊടുക്കാനും ഈ ഒരു ഹെയർ മാസ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹെയറിൻ്റെ കാര്യം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതൊരു 5 മിനിറ്റ് നമ്മുടെ തലയിൽ മുടിയിൽ വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. അതിനുശേഷം ഹെയർ ഡ്രൈ ആക്കുക. പിന്നെ നിങ്ങളിത് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ ഈ 5-10 മിനിറ്റ് വെക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സമയം
തല നനച്ചിട്ട് 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കാരണം ഇനി പനിയൊക്കെ പിടിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ടവലെടുത്തിട്ട് സ്കാൽപ്പ് ഒന്ന് തുടച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ പോകുന്ന സമയത്ത് ഫംഗ്ഷനൊക്കെ ഇതുപോലെ ഒരുങ്ങി പോകുന്ന സമയത്ത് ഇനി വെറുതെ പനി പിടിപ്പിക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർ തലയിൽ വെള്ളം താണ് പനിയൊക്കെ പിടിക്കും എന്നുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ ജസ്റ്റ് സ്കാൽപ്പ് ഒന്ന് തുടച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5-10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റ്. ഓക്കെ, അപ്പം ഞാനിതിപ്പോൾ ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് വാഷ് ചെയ്യും. ഹലോ, അപ്പോൾ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്തു. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് കെട്ടി വെച്ചേക്കാം. ഈ സമയം പെട്ടെന്ന് ഷടപടയെന്ന് പറഞ്ഞ് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അർബൻ ബൊട്ടാണിക്സിൻ്റെ മോയ്സ്ചറൈസർ. നെക്സ്റ്റ് ലിപ് ബാം. ഇത് അക്വാലോജിക്കയുടെ ഒരു ലിപ് ബാമാണ്. ഇത് ആദ്യം തന്നെ അപ്ലൈ ചെയ്തേക്കുക. അപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന സമയം ആകുമ്പോഴത്തേക്കും ലിപ്സ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. നെക്സ്റ്റ് ഒരു പ്രൈമറാണ്. ഇത് ഡെർമാക്കോയുടെ 2% നിയാസിനമൈഡ് പോർ മിനിമൈസിങ് പൗഡറാണ്. പ്രൈമറാണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ കുറച്ച് കണ്ണിൻ്റെ ഈ ഒരു പോർഷനും ഇവിടെയായിട്ട് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഡെർമാക്കോയുടെ സൺസ്ക്രീൻ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെൽ. അപ്പോൾ ഇതുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വൈകുന്നേരമാണ് ഫംഗ്ഷൻ, അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്തേക്കാം. LA ഗേളിൻ്റെ കൺസീലർ. എൻ്റെ ഷെയ്ഡ് ഫോണാണ് കേട്ടോ. ഇതിപ്പോൾ തീരാറായില്ലേ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് കുറച്ച് കണ്ണിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് മാമാഅർത്തിൻ്റെ ലൂസ് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് മാഴ്സിൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്നും ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ മേലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ട്. നെക്സ്റ്റ് മ്യൂസിക് ഫ്ലവറിൻ്റെ ഈ ഒരു ബ്രൗൺ ജെൽ എടുത്തിട്ട് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ലാക്മേയുടെ കാജൽ എടുത്തിട്ട് കണ്ണിനകത്ത് എഴുതി കൊടുക്കാം. അതുപോലെ പുറത്തുകൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. മേബലിൻ്റെ കൊളോസൽ മസ്കാര. ഷുഗറിൻ്റെ ഈ ഒരു കോണ്ടൂർ ഡി ഫോഴ്സ് ഫേസ് പാലറ്റിൽ നിന്നും ഈ ഒരു ബ്ലഷ് ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര നാച്ചുറൽ കളറാണ് കേട്ടോ. പിന്നെ ഒരുപാട് എടുത്തറിയത്തുമില്ല എന്നോ. നല്ലൊരു ബ്ലഷാണ്. നെക്സ്റ്റ് മേബലിൻ്റെ ഈ ഒരു ലൂസ് പൗഡർ. എൻ്റെ ഷെയ്ഡ് 30 മീഡിയം ഡീപ്പാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇത് ഈ ഒരു പോർഷനൊക്കെ മാത്രം. നെറ്റിയുടെ ഇവിടെ മാത്രം ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്കിലും കൂടെ. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ആദ്യം ഞാൻ ലാക്മേയുടെ ഫോറെവർ ലിക്വിഡ് ലിപ് കളർ. ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. വൈൻ ടച്ച് 20 വൈൻ ടച്ച് എന്ന് പറയുന്ന ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ആദ്യം ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു കോട്ട് ലിപ്സിൽ ഇത് അടിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മേബിലിൻ്റെ ഈ ഒരു സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ് കളറിൻ്റെ ഷെയ്ഡ് മെയ്ഡീസ് 11 മെയ്ഡീസി അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ അഴിക്കാം. ബാക്കിയുള്ളത് ഞാൻ ഡ്രയർ വെച്ചിട്ടാണ് നക്കാൻ പോകുന്നത്.
അപ്പോൾ ഫുള്ള് നാച്ചുറലായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഈ സമയത്തൊന്നും ടൈം കിട്ടത്തില്ല. അപ്പോൾ ഹെയർ ഡ്രയർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഇനി ഹെയർ ഒന്ന് ഡ്രൈ ആക്കുവാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സിസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെയർ ഡ്രയർ. അപ്പോൾ ഇതിൽ നമുക്ക് ചൂടുള്ള കാറ്റുമുണ്ട്, ചൂടില്ലാത്ത കാറ്റുമുണ്ട്. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് ചൂടില്ലാത്ത കാറ്റ് വെച്ചിട്ടാണ് മുടി ഉണക്കുന്നത് കേട്ടോ. അപ്പം അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സേഫ്. നമ്മൾ എന്താ പറയുക, ഹീറ്റ് വെച്ചിട്ട് ഇങ്ങനെ മുടി ഉണക്കി എടുക്കുവാണെങ്കിൽ മുടി ചിലപ്പം പെട്ടെന്ന് പൊട്ടിപ്പോവാനും ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഡെയിലിയൊക്കെ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചൂടില്ലാത്ത കാറ്റ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള മോഡ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതെ, ഞാൻ എൻ്റെ ഹെയർ ഫുൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പാക്ക് ഇട്ടതിൻ്റെ ആ ഒരു ഷൈനിങ് നിങ്ങൾക്ക് എൻ്റെ ഹെയറിൽ കാണുമ്പോൾ മനസ്സിലാവും. മുടിക്ക് നല്ലൊരു ഓളിയവും തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ നല്ലതാണ്, ഹെയർ ഡ്രയർ നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ചെറുതായതുകൊണ്ട് തന്നെ ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം. ബാഗിൽ വെച്ചിട്ട് ഇതേ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റും. ഞാനിതൊരു 4-5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും മേടിച്ചിട്ട്. ഇപ്പം നല്ലൊരു ഹെയർ ഡ്രയറാണ്. നെക്സ്റ്റ് ഞാൻ ഹെയർ ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്നർ ഇതാണ്, ഫിലിപ്സിൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ്നർ. അപ്പോൾ ഇതിൽ അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരു സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്, നമുക്ക് ജസ്റ്റ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം എൻ്റെ ഹെയറിന് ഇത് ഓക്കെയാണ് കേട്ടോ. അപ്പം എൻ്റെ കുറച്ചൊരു അധികം വേവി അല്ലാത്ത അല്ല അധികം കേളി അല്ലാത്ത ചെറിയ വേവി ഹെയർ ആണ്, കുറച്ച് സോഫ്റ്റ് ഹെയർ ആണ്. അപ്പോഴത്തേക്കും ഈ ഒരു സ്ട്രെയിറ്റ്നർ കൊണ്ട് എനിക്ക് ഓക്കെയാണ്. ഞാനിത് ചെയ്യുമ്പോഴത്തേക്കും കുറേ നേരം ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ചൂല് പോലൊന്നും കിടക്കാറില്ല, എങ്കിലും അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഹെയർ കിടക്കാറുണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ അടിക്കുന്നവർക്ക് അങ്ങനെ അടിക്കാം. ഞാൻ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഈ അലോവേരയുടെ പാരച്യൂട്ട് അലോവേര എൻറിച്ച് കോക്കനട്ട് ഹെയർ ഓയിൽ അതൊരു 3 ഡ്രോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഫുൾ ഹെയറിൻ്റെ ടിപ്പിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഹെയർ സെറം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ സ്ട്രെയിറ്റ്നർ അങ്ങനെ സ്ഥിരമൊന്നും ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴും മാത്രം. ഇപ്പം തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു 2 മാസം ഒക്കെ ആയി കാണും. എന്തെങ്കിലും അത്ര അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ മാത്രമേ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങളധികം എൻ്റെ മുടി അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടേക്കുന്ന അധികം കണ്ടിട്ടും ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കാറില്ല, അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മുടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഒറ്റ ഇതിൽ തന്നെ അത് സ്ട്രെയിറ്റായി കിട്ടുന്നുണ്ട്. എനിക്ക് ആ ഒരു വളവൊന്ന് പോകണമെന്നേ ഉള്ളൂ കേട്ടോ. എനിക്കങ്ങനെ ചൂല് പോലൊന്നും കിടക്കുന്ന അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് സ്ട്രൈറ്റ് ചെയ്യാത്ത മുടിയാണേ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ വോളിയത്തിൽ ഇങ്ങനെ കിടക്കും, ചെറുതായിട്ടൊരിങ്ങനെ വേവി പോലെ. ഇത് ഞാനിപ്പോൾ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത മുടിയാണേ. ഞാൻ ഈ ഫുൾ ചെയ്തിട്ട് വരാം. അപ്പോൾ അതെ, ഞാൻ ഫുൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ കുറേ നേരം ഇങ്ങനെ പിടിച്ചൊന്നും സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല. ഇത് ഇടയ്ക്കൊന്നും ഒക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് വിടുമായിരുന്നു കേട്ടോ.
ഇത് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ സെക്ഷനാക്കി എടുത്തിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ട് കുറേ കൂടെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് പെട്ടെന്ന് ഇപ്പോൾ ചെയ്തതാണ് ഈ ഒരു കണ്ടില്ലേ. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം മുടിയുടെ ആ ഒരു ഇടയിലൊന്നും ഞാനങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല. ഉള്ളിലൊക്കെ നോക്കുവാണെങ്കിൽ വേവി ആയിട്ടാണ് കുറച്ചൊക്കെ കിടക്കുന്നത്. പുറമേ ഉള്ള ആ ഹെയർ മാത്രമേ ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ളൂ, ഉള്ളിലോട്ടൊന്നും സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് പുറമേ നമ്മൾ നോക്കുമ്പം കുറച്ചൊരു സ്ട്രെയിറ്റ് പോലെ ഒന്നുകൂടെ നീറ്റായിട്ട് സെറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ഞാൻ യൂസ് ചെയ്ത ഈ ഒരു സ്ട്രെയിറ്റ്നർ നല്ലതാണ്. പിന്നെ ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നത് വരെയും അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ കെട്ടി വെക്കുമല്ലോ, അതുവരെയും കെട്ടി വെച്ച് കഴിഞ്ഞാൽ വളവ് വീഴും. അതുവരെ എന്തായാലും ഇപ്പോൾ ഈ സെറ്റ് ചെയ്തിട്ടേക്കുന്ന പോലെ തന്നെ കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുൾ ഗെറ്റ് റെഡി വിത്ത് മീൽ സ്കിൻ കെയർ, ഹെയർ കെയർ, പിന്നെ എന്താണ് മേക്കപ്പ് എല്ലാം നിങ്ങൾ കണ്ടു. ഇനി ലാസ്റ്റ് ഔട്ട്ഫിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ കണ്ടിട്ട് വരാം. അപ്പോൾ അതേ ഞാൻ ഫുൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉള്ളപ്പോൾ റെഡിയായി പോകുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഹെയറിൻ്റെ കാര്യമാണെങ്കിലും സ്കിന്നിൻ്റെ കാര്യമാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു സാരി ഞാൻ ഓൾറെഡി നേരത്തെ ഒരു ഷോട്ടിൽ ഇട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. നല്ലൊരു കളറാണ് കേട്ടോ, ഭയങ്കര അടിപൊളി കളറാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണം, സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം, നമുക്ക് അതും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.